നമസ്കാരം. എനിക്ക് സ്വല്പം അഹങ്കാരം. ന്യൂസ് ടവറിലേക്ക് സ്വാഗതം. 1950 നടന്ന കേരള നിയമസഭയിലേക്ക് ഒരു മലയാളി MLA തിരഞ്ഞെടുക്കും. 130 ബംഗാളി MLA-മാരുടെ ഇടയിലേക്കാണ് ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മലയാളി MLA ജിൻഡോ കടന്നു വരുന്നത്. കഴിഞ്ഞ 25 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളി MLA നിയമസഭാ മന്ദിരത്തിൽ കാലുകുത്തുന്നത്. അനധികൃതമായി മലയാളികൾ ചൊവ്വയിൽ പണിതുകൂട്ടിയ ഫ്ളാറ്റുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ചൊവ്വ കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. താരസംഘടനയായ അമ്മയുടെ ഈ കൊല്ലത്തെ താരദിശ നെപ്റ്റ്യൂണിലെ ഹോട്ടൽ ന്യൂക്ലിയർ സെന്ററിൽ വെച്ച് നടത്തുവാൻ ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിൽ മികച്ച ഷോയാണ് നെപ്റ്റ്യൂണിൽ ആഘോഷമാക്കിയത്. ഈ കൊല്ലവും പതിവ് പോലെ യൂത്ത് ഐക്കൺ പുരസ്കാരം മമ്മൂട്ടി നിലനിർത്തി. തന്റെ അടുത്ത സിനിമയായ CBIയുടെ 22ാം ഭാഗം ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. ചിത്രത്തിൽ ദുൽഖറിന്റെ മകന്റെ മകൻ വില്ലനായി വന്നേക്കും എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് അവർ തുടരുകയാണ്. ഒരു ഞെട്ടിക്കുന്ന വാർത്ത. അയൽവാസികളായ 2 യുവാക്കൾ പരസ്പരം സംസാരിച്ചു. 25 വർഷങ്ങളോട് നടന്ന ഒരു വലിയ സംഭവമാണത്. നമ്മളതാരും നിസ്സാരമായിട്ട് കാണരുത്. ഏകദേശം 3 സെക്കൻഡ് ഇവർ പരസ്പരം സംസാരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ട സമയത്താണ്, ആ സമയം നോക്കിയാണ് ഇവർ സംസാരിച്ചത്. ഈ വാർത്ത കേട്ട് കേരളം നടുങ്ങി തരിച്ചിരിക്കുക. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നു. തമ്പാനിൽ നിന്ന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഇയാളിനെ ഒരു നോക്ക് കാണാനായി വൻ ജനത്തിരക്കാണ് തമ്പാനാര് തടിച്ചുകൂടിയിരിക്കുന്നത്. വയനാട്ടിൽ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആനകളുടെ എണ്ണം 210ആയി, പുലികളുടെ എണ്ണം 74ആയി. പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പെരുമ്പാവൂർ ബംഗാളികളും റോബോട്ടുകളും തമ്മിൽ നട റോഡിൽ ഏറ്റുമുട്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം. കേരളത്തിൽ പെട്രോളിന്റെ വിലയിൽ നേരിയ കുറവ്. 1 ലിറ്റർ പെട്രോളിന് 1,44,000 നിന്നും 50 പൈസ കുറച്ചിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. IPL-ന്റെ 50ാം സീസൺ മാർച്ചിൽ തുടക്കമാകും. അവസാന ഓവറുകളിൽ അടിച്ചു തകർക്കാൻ താൻ ഉണ്ടാകുമെന്ന് ധോണി ചെന്നൈയിൽ പറഞ്ഞു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. ഗുഡ് ബൈ.